എല്ലാവർക്കും മൈൽ സ്റ്റോൺസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നുള്ളത് ഏഴാറ്റുമുഖം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അതിരപ്പള്ളിയോട് ചേർന്നുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ ചെക്ക് ഡാമും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ പുറകിൽ മലയും കുന്നും വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അങ്കമാലിയിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ ഇവിടേക്ക് വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ ഏഴാറ്റുമുഖത്തേക്കുള്ള വഴിയിലാണ്. നമ്മൾ പ്ലാന്റേഷൻ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് അതിരപ്പള്ളിക്കും പോകാം. അതിരപ്പള്ളിക്ക് ഏകദേശം 14 കിലോമീറ്റർ ഉണ്ട്. ഈ കാണുന്നതാണ് ഏഴാറ്റുമുഖത്തിൻ്റെ എൻട്രൻസ്. ഇവിടെ നിങ്ങൾ നടന്നു പോകുമ്പോൾ ഫ്രണ്ടിൽ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ പാറക്കെട്ടുകളുടെ ഇടയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ വെള്ളത്തിലിരിക്കാനും മരങ്ങളും മലയും എല്ലാമുള്ളൊരു ഏരിയ ആണിത്. ചാലക്കുടിയിൽ നിന്നൊക്കെ ഏകദേശം ഒരു 15 കിലോമീറ്റർ മാറിയാണ് സ്ഥലം. നമുക്കിവിടെ കാണുന്ന പോലെ തന്നെ കശുമാവിൻ്റെയൊക്കെ ഒരുപാട് മരങ്ങളും കാട് പ്രദേശം ഫോറസ്റ്റിൻ്റെ ഏരിയയിലുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കശുമാവും കുറേ മരങ്ങളും കാടും. മഴക്കാലത്തൊക്കെ ഇവിടെ നല്ല വെള്ളമായിരിക്കും. ഇപ്പോഴും ഇപ്പം നമുക്ക് കാണുന്ന പോലെ തന്നെ നല്ല വെള്ളമുണ്ട്. ഡാമിൻ്റെ ഭാഗത്ത് വെള്ളം ഇറങ്ങി തന്നെയാണ്. നമ്മളിവിടെ നിന്ന് നടന്നിങ്ങനെ അപ്പുറത്തെ സൈഡിലേക്ക് പോകണം. ഇവിടെ സൈഡിൽ കാണുന്ന പോലെ തന്നെ വെള്ളച്ചാട്ടം പോലെയാണ് സെറ്റപ്പ്. വെള്ളം തുറന്നു വിടുന്നതാണ് അവർ. ഇപ്പുറത്തുനിന്ന് വരുന്ന വെള്ളം അപ്പുറത്തേക്ക് അവർ തുറന്നു വിടാണ്. പാലത്തേക്ക് കയറുന്നത് അപ്പുറത്തെ വഴിയാണോ? ആ സൈഡിൽ കൂടെയല്ലേ? ഇത് തൂക്കാലത്തുമ്പോ പോയിരുന്നു ആദ്യം. ആണോ? പാലത്തുമേ പോയിട്ട് വരാം. അപ്പോൾ നമുക്കിവിടെ ഒരു തൂക്കുപാലമുണ്ട്. നമ്മൾ അതിൻ്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് ആ തൂക്കുപാലം. അതുപോലെ സൈഡിൽ കൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. പിന്നെ ആ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് കാണാം, അവിടെയും വെള്ളം ഇതേമാതിരി വെള്ളം ചാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ തൂക്കുപാലത്തിലേക്ക് നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. കേരള ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഗവൺമെൻറ് ഓഫ് അണ്ടർടേക്കിംഗ്. അടിപൊളി. ഈ തൂക്കാലത്തുമേ കയറിയുള്ള ഞാൻ താഴെ വന്നാൽ വെള്ളത്തിൻ്റെ അടിയിൽ ഇരുന്നിട്ടുണ്ട്. എവിടെയാന്ന് എനിക്കറിയാൻ പാടില്ല. ഓ ബ്യൂട്ടിഫുൾ, അടിപൊളി. നൈസ് വ്യൂ ആണ് ഇവിടുന്ന്. നൈസല്ലേ? ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ഭംഗി. ആഹാ ആഹാ
അപ്പോൾ നമ്മളിപ്പോൾ തൂക്കുപാലത്തിൻ്റെ മേളിലാണുള്ളത്. നമ്മൾ അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് കാണുമ്പോൾ. കാണാൻ അതിമനോഹരമായ സ്ഥലം. ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ ഈ തൂക്കുപാലത്തിനൊന്നും കയറിയിട്ടില്ല. നമ്മൾ താഴെ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ സൈഡിലിരുന്ന് കുളിച്ചിട്ട് പോയിട്ടാണ് പതിവ്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ തൂക്കുപാലത്തിൽ കയറി. അപ്പോൾ നിങ്ങൾ വ്യൂ ആസ്വദിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഫിഷ് മസാജാണ്. ഇവിടെ ഒരു ബ്രോ ഉണ്ട്. ബ്രോൻ്റെ പേരെന്താണ്? ബ്രോൻ്റെ പേരെന്താ? ആഷിർ. മലപ്പുറത്തുള്ള ആഷിർ ബ്രോൻ്റെ ഏഴാറ്റുമുഖത്തുള്ള അപ്പോൾ ചേട്ടൻ സബ്സ്ക്രൈബ് ചെയ്യണം. അതാണ് ഓക്കെ. മറ്റേ പൊട്ടാഷ്യം അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ വരുമ്പോൾ ഇവിടെ വന്നിട്ട് കാല് അരിച്ചാൽ പൊട്ടാഷ്യം പെർമനൻ്റിൽ കാലൊന്ന് മുക്കി നമ്മൾ മീനിൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ ഒരാൾക്ക് 80 രൂപയാണ് അല്ലേ? പറ്റില്ലേ? ചാനലിൻ്റെ പേര് മൈൽ സ്റ്റോൺസ്. അത് കുറേ ഉണ്ട് മൈൽ സ്റ്റോൺസ്. മൈൽ സ്റ്റോൺസ് ബൈ വിൻ ആൻഡ് ഐ വിൻ എന്ന് അടിച്ചു നോക്കിയേ. വലിയ സബ്സ്ക്രൈബർ ഒന്നും ഇല്ല. മല്ലു ട്രാവലിന്റെ അർത്ഥമൊന്നും ഇല്ല കേട്ടാ. അയ്യോ അയ്യോ നല്ല സുഖം. ആണോ? അടിപൊളി എക്സ്പീരിയൻസ് ആണ്. മീൻ കാലുമ്പോ ഒന്ന് കേറുമ്പോ ഒരു പ്രത്യേക ഫീൽ അല്ലേ? ഫീല് പറക്കും ക്യാമറയില്. നമ്മുടെ കാലിലെ ഡെഡ് സെൽസ് അഴുക്കുകളാണ് ഈ മീൻ ഈറ്റ് ചെയ്യുന്നത്. അത് വരും. ഈ മീനുകളുടെ ഒരു സ്വഭാവം. ഈ മീനുകളുടെ ഒരു സ്വഭാവമാണ് നമ്മുടെ. നോക്ക്, മീൻ വന്ന് നമ്മുടെ കാല് ക്ലിയർ ചെരുപ്പിടാതെ മണ്ണിലൂടെ ചവിട്ടി ഇറക്കൂലേ, അതിന്റെ ഒരു ഗുണം ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ രക്തോട്ടം, ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിനൊക്കെ നല്ലതാണ്. ഇത് ഡോക്ടർ ഫിഷ്. ഡോക്ടർ ഫിഷ് ട്രീറ്റ്മെന്റ് ആണ്. അതാണ് ഈ മീൻ അങ്ങനെ അറിയാം. എന്റെ കാലം ഇപ്പൊ ഇതൊക്കെ കിടന്ന് മലന്ന് കിടന്നൊക്കെ കടിക്കണ ഒരാള്. അയ്യോ, അത് നമ്മുടെ അവിടെ ഉണ്ടായിരുന്നത് ഭയങ്കര നോക്ക് ഭയങ്കര ചെറുത്. എന്താ ഞാൻ ഒന്നിച്ചാണ്. ഇപ്പൊ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. 10 മിനിറ്റ് ആയാലും അടിപൊളി ഫീലാണ്. കുക്കുന്റെ കാലുമൊക്കെ. എന്റെ കാലിനാണ് ഡിമാൻഡ് കൂടുതൽ ഇവിടെ. ഇല്ലാന്ന് ഡെഡ് സെൽസ് കുറവാ നിങ്ങളുടെ കാലും. അതാണ് എന്റെ ഇവിടെ ഒളിഞ്ഞു എന്നൊക്കെ കടിക്കണം. ഇവിടത്തേക്ക് വെള്ളത്തിൽ തൊട്ടാ കേട്ടോ. ഇപ്പൊ ഞാൻ കാണിച്ചട്ടെ ഗൈസ്, എന്റെ കാലം കണ്ടോളൂ. ഇപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് ഞാൻ ഡിങ്ക് ഡിങ്കാ
എന്റെ പൊന്നെ എന്റെ കാല് മതി. അതാണ് എന്റെ കാല് മതി, എന്റെ കാല് മതി. അയ്യോ എന്റെ പൊന്നടാ വലിയ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഏഴാറ്റുമോ വീഡിയോ നമ്മളിവിടെ അവസാനിക്കുകയാണ്. ഓട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഏഴാറ്റുമോ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.